ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ മേൽപ്പാലത്തിലാണ്. ഗുരുവായൂരിലെ നിവാസികളും ഗുരുവായൂരിലെത്തുന്ന കോടിക്കണക്കിന് ഭക്തരും ഒരു ദശാബ്ദത്തിലധികം കാലം സ്വപ്നം കണ്ട ഒരു പാലമാണിത്. ഈ പാലം യാഥാർത്ഥ്യമായതിനു പിന്നിൽ NK അക്ബർ MLA അഹോരാത്രമായ പ്രയത്നമുണ്ട്. KV അബ്ദുൽ ഖാദർ MLA ആയിരിക്കെ 2021 ജനുവരിയിൽ തറക്കല്ലിട്ട ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് 2021 ഡിസംബറിലാണ്. 1 വർഷവും 10 മാസവും കൊണ്ട് പാലം പൂർത്തിയായി. ഈ പാലമടക്കം നിരവധി നിർമ്മാണ പ്രവർത്തികളാണ് ഗുരുവായൂർ പ്രദേശത്ത് NK അക്ബർ MLA സാധ്യമാക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലം ഗുരുവായൂർ നഗരസഭാ പ്രദേശത്ത് MLA ആയിരിക്കെ MLA മുൻകൈയെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് NK അക്ബർ MLA ജീസയോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട MLA ആയിട്ട് 5 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ ആകമാനം അങ്ങയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഗുരുവായൂർ നഗരസഭയിൽ നടന്ന വികസന വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി ഈ 5 വർഷം നല്ല രീതിയിൽ ഈ മണ്ഡലത്തെ നയിച്ച എനിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. MLA ആകുന്നതിന് മുൻപ് ചെയർമാനാകുന്നതിന് മുമ്പ് അധ്യാപകനായിരുന്നു. മമ്മിയൂരുള്ള TTI കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു അധ്യാപകൻ എപ്പോഴും ഒരു നല്ല വിദ്യാർത്ഥി കൂടി ആയിരിക്കുമെന്നാണ് പറയുക. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു പ്രവർത്തനത്തിൽ MLA എന്നുള്ള പ്രവർത്തനത്തിൽ ഈ ഒരു നല്ല വിദ്യാർത്ഥി എന്നുള്ളൊരു മുഖം പലപ്പോഴും കണ്ടിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് നിയമസഭാ നടപടികൾ പഠിക്കാനായിട്ട് 6 മാസത്തെ കോഴ്സിന് ചേർന്ന ആദ്യത്തെ MLA ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA NK അക്ബർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കൈറ്റിൻ്റെ AI പഠന ക്ലാസ്സിൽ 6 മാസത്തെ കോഴ്സിന് പങ്കെടുത്തിരുന്നു. അതുകൂടാതെ ഒരു നല്ല കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടങ്ങാതെ പോകുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ നിയമസഭയിൽ 99.04% ഹാജര്. നമുക്ക് വേണമെങ്കിൽ ഏതാണ്ട് 100% എന്ന് പറയാം. അപ്പോൾ ഒരു നല്ല കുട്ടിയായിരുന്നു നമ്മുടെ നിയമസഭയിൽ ഞങ്ങളുടെ MLA എന്ന് പറയാനായിട്ട് കഴിയും. അത് ഹാജറിൻ്റെ കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ, നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ, ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു മികച്ച വിദ്യാർത്ഥിയുടെ മനസ്സോട് കൂടിയിട്ട് MLA ആയ ഒരു വ്യക്തിയാണെന്ന്. എന്താണ് ഈ 5 വർഷത്തെ ഒരു MLA എന്നുള്ള പ്രവർത്തന ശൈലി കൊണ്ട്, പ്രവർത്തന രീതി കൊണ്ട് അങ്ങേക്കുള്ള ഒരു അനുഭവം എന്താണ്? നമ്മുടെ തികച്ചും വ്യത്യസ്തമായ ഒരുപാട് തലങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പാർലമെൻ്ററി രംഗം മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിയമനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ MLAക്ക് വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ വളരെ കുറച്ച് സമയം കിട്ടും. വികസന കാര്യങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർലമെൻ്ററി മേഖലയിൽ ശ്രദ്ധിക്കാനും പരിമിതമായ സമയങ്ങൾ കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് രണ്ടും കൊണ്ടുപോകണം. പാർലമെൻ്ററി രംഗം നന്നായി പഠിച്ച ആൾക്ക് നല്ല വികസന രംഗത്തും ശോഭിക്കാൻ കഴിയും. വികസന രംഗത്ത് നന്നായി ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ തലങ്ങൾ നന്നായി പഠിക്കുക. സാധാരണ നിയമസഭാ സാമാജികന്മാർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. ഒരാൾ നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവർക്കെല്ലാം ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കും. അതൊന്നുകിൽ പരിചയസമ്പന്നരായിട്ടുള്ള മുൻ നിയമസഭാ സാമാജികന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെയാണ് ആ ക്ലാസ് എടുക്കുക. അതുണ്ട്. കേലാംസ് എന്ന് പറയുന്ന കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പാർലമെൻ്ററി സ്റ്റഡീസ് ഉണ്ട്. അതിങ്ങനൊരു കോഴ്സ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഞാനതിൽ ചേരുകയാണ്. ഞാൻ അതിനു മുമ്പ് മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിരിക്കുമ്പോൾ കില ഇതുപോലെ ഒരു 6 മാസത്തെ കോഴ്സ് നടത്തി. ഞാൻ ആ കോഴ്സിൽ വിദ്യാർത്ഥിയായിരുന്നു. 6 മാസത്തെ ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നീട് എനിക്കത് മുനിസിപ്പൽ ചെയർമാനായി വന്നപ്പോൾ അതെനിക്ക് വലിയ ഗുണം ചെയ്തു. അതുപോലെ ഇങ്ങനെ ഒരു കോഴ്സ് കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് നമ്മളതിൽ ചേർന്നു. അത് വലിയ ഗുണമായി. നമുക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പാർലമെൻ്ററി മേഖലയെക്കുറിച്ച് പഠിക്കാൻ ഒക്കെ നമുക്ക് വളരെയധികം കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താ, സാധാരണ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത്ര നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ അതെന്തായിരുന്നു, തിരുവിതാംകൂറിലെ പഴയ കാല നിയമസഭ മണ്ഡലങ്ങളെ സംബന്ധിച്ച്, നിയമസഭയെ സംബന്ധിച്ച് തിരുവിതാംകൂറാണ് യഥാർത്ഥത്തിൽ കേരളത്തിലായത്തെ ഒരു സംവിധാനം. പിന്നെ കൊച്ചി, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നു. പിന്നീട് കേരളത്തിൽ നിയമസഭ രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രധാനപ്പെട്ട ബില്ലുകളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് അതൊക്കെ നമുക്ക്
ഒരു വലിയ രീതിയിൽ നമുക്കത് ഇൻപുട്ടാണ്. പിന്നെ ഞാൻ നന്നായി ലൈബ്രറികൾ ഉപയോഗിക്കണം. നിയമസഭയുടെ ലൈബ്രറി വലിയ ഒരു ഏരിയയാണ്. അതിൽ നമ്മുടെ നിയമസഭയിലെ ശ്രദ്ധേയരായിട്ടില്ല, ഇപ്പോൾ മികച്ച പാർലമെൻറ്റേറിയന്മാരായിരുന്നു ടി.എം. ജേക്കബ്, ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച്, സി.എച്ച്. മുഹമ്മദിനെ കുറിച്ച്, വർക്കല രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഒക്കെയുള്ള അവരുടെ നിയമസഭാ പ്രസംഗങ്ങളെ സംബന്ധിച്ച്, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇങ്ങനെ EMSനെ കുറിച്ച്, അച്യുതമേനോനെ കുറിച്ച് തുടങ്ങി നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള ആർ ശങ്കരനാരായണ തമ്പിയെ സംബന്ധിച്ച് നമ്മുടെ ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ്. സഭയിലെ മികച്ച പ്രസംഗങ്ങളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് അതൊരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഞാനൊക്കെ സാധാരണ അവിടെ ഉണ്ടാകുമ്പോൾ സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നിയമസഭ ലൈബ്രറിയും പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഒരു പേരിൻ്റെ ഒരു പ്രത്യേകത അക്ബർ എന്നാണ് പേര്. ഇത് മുഗൾ ചക്രവർത്തിമാരിലെ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ചക്രവർത്തിയുടെ പേരാണ്. ഈ ചക്രവർത്തിമാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും പണിതു എന്നാണ് പറയുന്നത്. പക്ഷേ ആ പേരിൻ്റെ സാമ്യം കണ്ടിടണമെന്ന് അറിയില്ല. ഗുരുവായൂരിൽ അങ്ങയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം മേൽപ്പാലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം 10 മാസം അല്ലേ, അതുകൊണ്ട് അതിൻ്റെ പണി തീർക്കാൻ കഴിഞ്ഞു. 10 പാലങ്ങൾ പണിയാൻ തീരുമാനിച്ചു. അതിൽ 6ാമതായിട്ട് തുടങ്ങിയ നമ്മുടെ പാലം അത് 1ാമതായിട്ട് അവസാനിച്ചു. അപ്പോൾ ഗുരുവായൂരിൽ നിവാസികളുടെ ഒരു പ്രതീക്ഷയായിരുന്നു, ഇവിടെ വന്നു പോകുന്ന കോടിക്കണക്കിന് ഭക്തരുടെ പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 10-15 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. അത് പൂർത്തിയാവുന്നത്, തറക്കല്ലിടുന്നതും തുടക്കം കുറിക്കുന്നതും മുൻ MLA ആയിട്ടുള്ള അബ്ദുൽ ഖാദറിൻ്റെ കാലത്താണ്. പക്ഷേ അതിൻ്റെ പണികൾ നടക്കുന്നത് അങ്ങയുടെ കാലത്താണ്. അത് ഒരു 2 വർഷം തികഞ്ഞതിന് മുമ്പ് പൂർത്തിയാക്കാനും തുറന്നു കൊടുക്കാനും കഴിഞ്ഞു. ഈ പാലമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങയുടെ ഒരു അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാനായിട്ട് കഴിയും? അത് ഒരു വല്ലാത്ത അനുഭവമാണ്. അതിൽ എന്താ പ്രശ്നം വെച്ചാൽ, സാധാരണ നമ്മൾ തിരുവനന്തപുരം വരെ പോയാൽ മതി നമ്മുടെ കേരളത്തിൻ്റെ ഏതൊരു കാര്യവും പരിഹരിക്കും. സെക്രട്ടേറിയറ്റാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി റെയിൽവേയുടെ ലക്നോയിലുള്ള ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ നിന്നാണ് കാര്യങ്ങൾ തീരുമാനം. പിന്നെ മദ്രാസാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ റെയിൽവേയുടെ ജനറൽ മാനേജർ, ഇവരൊക്കെയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രോസസ്സുണ്ട്. പിന്നെ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഗർഡറുകൾ, അതിൻ്റെ ക്വാളിറ്റി ടീമൊക്കെ എന്ന് പറഞ്ഞാൽ ലക്നോ ടീം വരണം. ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ പിറകിലുള്ളൊരു സഞ്ചാരമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഓഫീസിൽ പോയി അവിടെ നിന്ന് അവർ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ മദ്രാസിലുള്ള ആളുകളെയും ലക്നൗവിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പലതും നമുക്ക് കുരുക്കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഒരു വലിയ ടീം വർക്ക്. അതിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും വലിയ അലർട്ടായിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത, അങ്ങനെ ആ പ്രവർത്തനങ്ങൾ. പിന്നെ നമ്മുടെ ടീം വർക്കുണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. ആ ടീം വർക്ക്, പിന്നെ നഗരസഭ, അങ്ങനെ ആ ടീം വർക്കിന് എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാരും, ദേവസ്വം, KSEB, പിന്നെ വാട്ടർ അതോറിറ്റി, BSNL, PWD, RBDCK, പൊതുമരാമത്ത് വകുപ്പ്, ഇവരൊക്കെ നമ്മൾ നന്നായി ഒരു ടീം വർക്കായി നമ്മൾ നിന്നപ്പോൾ, പിന്നെ മേൽപ്പാലം പണിയുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംവിധാനം വെച്ചാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ വർക്കുകൾ ആ ഭാഗത്തും, റെയിൽവേയുടെ മുകളിലുള്ള ഭാഗം പറയുന്നത് റെയിൽവേയുടെ ഭാഗത്ത് റെയിൽവേയും, ഇത് രണ്ടും കോർത്തിണക്കി കൊണ്ടുപോയി. കാരണം എല്ലാ മാസത്തെയും മോണിറ്ററിങ്, അവസാന ഘട്ടമാകുമ്പോൾ നമ്മൾ ആഴ്ചയിലായി മോണിറ്ററിങ്. പാലം പൂർത്തിയായപ്പോൾ അന്ന് അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ കുറേ കൂടി മനോഹരമായിട്ടുള്ള രീതിയിൽ. പക്ഷെ എന്തുകൊണ്ടോ അതിപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതെന്താണ് അതിൽ നമ്മൾ 2 സ്ഥലത്ത്, ഒന്ന് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ പാർക്ക് വേണം എന്ന പ്രപ്പോസൽ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആദ്യമായി ഫണ്ട് നമ്മളാണ് അനുവദിച്ചത്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിൽ കാലതാമസമുണ്ട്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. MLAയുടെ ഫണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ അതിന് ഭരണാനുമതി ലഭിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതേപോലെ തന്നെ ഒരു പാർക്ക്, ബയോ പാർക്കിലും ഇതുപോലെയുള്ള ചിൽഡ്രൻസ് പാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുത്തു. അതുപോലെ തന്നെ അങ്ങ് ഏറെ ശ്രമിച്ചിട്ടുള്ള ഒന്നാണ് തിരുവനന്തപുരം അടിപ്പാതയുടെ കാര്യം. ഇപ്പോൾ റെയിൽവേ അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തുടക്കം ഇങ്ങനെ ആയിരുന്നില്ല. അത് നഗരസഭ ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് വഴിയൊക്കെയുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരുന്നത്. പിന്നീട് അത് മാറി. അപ്പോൾ ഇപ്പോൾ പക്ഷേ റെയിൽവേ ഏറ്റെടുത്ത് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്.
അപ്പോൾ എന്താണ് ഈ അടിപ്പാതയുടെ കാര്യത്തിൽ സംഭവിച്ചത്? തിരുവങ്കട അടിപ്പാതയുടെ കാര്യത്തിൽ തിരുവങ്കിടം അടിപ്പാത വളരെ നേരത്തെ വരേണ്ടതായി. യഥാർത്ഥത്തിൽ തിരുവങ്കിടത്തുകാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരത്തെ എത്താനും വേഗതയിൽ അവർക്ക് പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് അവിടുത്തെ വിശ്വാസികൾക്ക്, ജനങ്ങൾക്ക് ഒരു ലക്ഷ്യം വെച്ചാണ് അത് വിഭാവനം ചെയ്തത്. അത് അങ്ങേയറ്റം ഇടുങ്ങിയ ഒരു സംവിധാനം വെച്ച് ആണ് സംഘപരിവാർ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തി അതിന്മേൽ ഹർജി കൊടുത്ത് അതിന്മേൽ കേസും കാര്യങ്ങളും കൊണ്ടുപോയി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ നിയമപ്രശ്നങ്ങൾ വന്നു, കോടതി നടപടികളായി നീങ്ങി. പക്ഷേ കോടതിയിൽ നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്തു, ദേവസ്വം സബ്മിറ്റ് ചെയ്തു. ആ സന്ദർഭത്തിലാണ് ദേവസ്വം റെയിൽവേ നേരിട്ട് വരും. റെയിൽവേ നേരിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ നമ്മളെ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അവരത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തീരുമാനിച്ച് കുറച്ചും കൂടി വിശാലമായ ഇതൊന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വലുപ്പൊന്ന് കുറയും. എങ്കിലും ഇപ്പോൾ റെയിൽവേ തിരുവങ്കിടത്ത് അടിപ്പാത വരുന്നു. അല്പം കാലതാമസം ഉണ്ടാക്കിയതിന് സംഘപരിവാരം ഗുരുവായൂരിലെ ജനങ്ങളോട് മാപ്പ് പറയും. അവരാണ് ഇതിൽ 1-ാം നമ്പർ പ്രതി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഗുരുവായൂരിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ ഗുരുവായൂരിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. 60 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ വിസ്തീർണം. 8 നിലകളിലായിട്ടാണ് അത് പണിതിരിക്കുന്നത്. അതും ഒരു വലിയ സംഭവമായിട്ട് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് അല്പം വൈകിയെങ്കിലും ഇങ്ങനെ ഒരു ഗുരുവായൂരിന് അഭിമാനമായ രീതിയിൽ പ്രധാനമന്ത്രിയും വേണമെങ്കിൽ പ്രസിഡന്റിനും അടുത്ത രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർക്കൊക്കെ താമസിക്കാവുന്ന രീതിയിൽ സാധാരണക്കാർക്ക് താമസിക്കാം. അങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് തീർക്കാനായിട്ട് അന്ന് നടത്തിയ ഒരു ഇടപെടലുകളെ കുറിച്ച് അറിയാനായിട്ട്. തീർച്ചയായിട്ടും അത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി ഫണ്ടുകൾ ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കിഫ്ബി ഫണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും വരില്ല. ഇപ്പോൾ ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ടില്ലെങ്കിൽ ഇല്ല. ഗുരുവായൂരിലെ ഈ പറഞ്ഞ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഗസ്റ്റ് ഹൗസ് കിഫ്ബി ഫണ്ട് ഇല്ലെങ്കിൽ ഇല്ല. ദേശീയപാത കിഫ്ബി ഫണ്ട് ഇല്ലെങ്കിൽ ഇല്ല. കാരണം ഒരു 50 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരേണ്ട വികസനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വന്നത്. നാം അതിന് കിഫ്ബിയോട് കടപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രത്യേകത. ഇത് അന്ന് ബഹുമാനായ അന്നത്തെ ദേവസ്വം ടൂറിസം വകുപ്പ് മന്ത്രിയും അന്നത്തെ MLA ഇവരൊക്കെ കണ്ട ഒരു കാഴ്ചപ്പാട്. ഏതാണ്ട് കേരളത്തിലെ ജനസംഖ്യക്ക് സമാനമായ ആളുകൾ വന്നു പോകുന്ന സ്ഥലം. ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രശ്നം, ഇപ്പോൾ നിങ്ങളും ഒരു പത്രപ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്കും ഈ കേരളത്തിൻ്റെ പലയിടത്തും സുഹൃത്തുക്കളുണ്ട്, എനിക്കും ഉണ്ട്. നമ്മളിപ്പോൾ MLA ആയപ്പോൾ കേരളത്തിന് പുറത്ത് കുറേ ആളുകൾ. ഇവരൊക്കെ ഒരു ആവശ്യം എന്താ? മകളുടെ ചോറൂണുണ്ട്, കൊച്ചിൻ്റെ കല്യാണമുണ്ട്, സുഹൃത്തിൻ്റെ കല്യാണമുണ്ട്, ഞാൻ കുറച്ച് റൂം സംഘടിപ്പിച്ച് തരണം. റൂമുകളാണെങ്കിൽ പലപ്പോഴും സീസൺ സമയങ്ങളിൽ കിട്ടാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചില റൂമുകൾ വലിയ രീതിയിൽ ചാർജും വരും. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും ഒരാളുടെയും ഒരു ശുപാർശയില്ലാതെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ബുക്ക് ചെയ്യാം. റീസണബിൾ റേറ്റാണ്. റീസണബിൾ റേറ്റിൽ ഏറ്റവും സൗകര്യത്തോടു കൂടി അയാൾക്ക് താമസിക്കാം. അയാൾക്ക് നടന്നു പോയി ക്ഷേത്ര ദർശനം നടത്താം, നടന്നു പോയി തീവണ്ടിയിൽ കയറാം, നടന്നു പോയി ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള തലത്തിൽ ഇതിൻ്റെ സംവിധാനം വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പലപ്പോഴും നമ്മൾ ശ്രീലങ്കൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിലെ പല ഭരണാധികാരികളും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ത്യയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് ഇപ്പോൾ പലപ്പോഴും റോഡ് മാർഗം വരുമ്പോൾ ഒരുപാട് താമസം വരും. നേരെ മറിച്ച് ഇവിടെ അവർക്ക് ഇപ്പോൾ നമ്മുടെ ഈ സംവിധാനം വെച്ച് ഹെലിപ്പാഡ് സംവിധാനം വരെയുണ്ട്. അവർക്ക് വന്ന് ഇവിടെ അവർക്ക് താമസിക്കാൻ പ്രസിഡന്റ് സ്യൂട്ട് ഉണ്ട്. അതുപോലെ വലിയൊരു മാറ്റം നടന്ന സ്ഥലമാണ് ഗുരുവായൂർ KSRTC ഡിപ്പോ. പക്ഷേ അതിൻ്റെ ഒരു പ്രതാപകം മങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളവിടേക്ക് എത്തിയത്. പക്ഷേ അത് തുടങ്ങിയതിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു പെട്രോൾ പമ്പ് വന്നു. കേരളത്തിലാകെ കൂടി ഗ്യാസ് പമ്പുള്ള ഏക KSRTC സ്റ്റേഷൻ ഡിപ്പോ നമ്മുടെ ഗുരുവായൂരിലെത്തിയതാണ്. പുതിയ കെട്ടിടം വരുന്നു. പക്ഷേ അതിന് ചില ഇതുപോലെ തന്നെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ഈ KSRTCയുടെ ഒരു വളർച്ചയിൽ വലിയൊരു ശ്രദ്ധ MLAയുടെ ഭാഗത്ത് ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് KSRTC ആയിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ? KSRTC ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മുടെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു
വാഹനമാണ്. അതിരാവിലെ നമ്മുടെ എത്രയോ മക്കളാണെന്നറിയോ എറണാകുളത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മകള് എറണാകുളത്ത് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പുലർച്ചെ ബസ്സിന് വേണ്ടി ഇവിടെ പോകുമ്പോൾ ധാരാളം മക്കൾ KSRTC കാത്തു നിൽക്കുകയാണ്. കാരണം അവർ സാധാരണക്കാരൻ്റെ വണ്ടിയാണ് KSRTC. അപ്പോൾ KSRTCയുടെ ഗുരുവായൂരിൽ നിന്ന് പോകുന്ന വാഹനങ്ങളിൽ ധാരാളം യാത്രക്കാർ. അപ്പോൾ KSRTCയിൽ വന്നാൽ കുറേ ആളുകൾക്ക് താമസിക്കണം. ഗുരുവായൂർ KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, KSRTC സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ 10 അടി നടന്ന 10 അടി വേണ്ട, ക്ഷേത്രത്തിൽ തൊഴുത് 10 അടി ഇങ്ങ് തിരിച്ചു നടന്ന KSRTC സ്റ്റാൻഡായി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സ്യൂട്ട് റൂമുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് വരാം, താമസിക്കാം, ക്ഷേത്ര ദർശനം നടത്താം. ഇങ്ങനൊരു സംവിധാനം അവിടെ, ഭൂമി എല്ലാ സൗകര്യം ഉണ്ടായിട്ടും അവിടെ ആകെ KSRTC അലട്ടിയ പ്രശ്നം ഫണ്ടില്ല എന്നുള്ളതാണ്. അവിടെയാണല്ലോ നമ്മുടെ ഇടപെടൽ വേണ്ടത്. ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, 4 കോടി രൂപയാണ്. സാധാരണ ഒരു MLAയുടെ ആസ്തി ഫണ്ടിൽ 4 കോടി രൂപ ഒക്കെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പലരും ചെയ്യില്ല. പക്ഷേ ആ പൊതുമേഖലാ കൺസെപ്റ്റ് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ വന്നു. വലിയ രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ വരുന്നു. അതും വലിയ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെ 2 KSRTC ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഒന്ന് ഇരിങ്ങാലക്കുടയാണ്, പിന്നൊന്ന് ഗുരുവായൂർ. അതുപോലെ തന്നെ ഒരു വലിയ സംഭാവന ഉണ്ടായിട്ടുള്ള മേഖലയാണ് നമ്മുടെ ആരോഗ്യ മേഖല. പ്രത്യേകിച്ച് പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രി, ഗുരുവായൂർ ആശുപത്രി. അപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റം ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ആരോഗ്യ മേഖലയിലൊരു ഇടപെടലിൻ്റെ കാര്യങ്ങൾ? അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുണ്ടോ? ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ കുറേ ആളുകൾ ആശുപത്രിയിൽ. ഇപ്പം എന്നെയൊക്കെ തേടി വരുന്ന പല ആളുകളിലും ഒരു ദിവസം ഒരാളെങ്കിലും ആശുപത്രി ചികിത്സ അതുമായി ബന്ധപ്പെട്ടൊരാൾ. അതിൽ നമ്മൾ മനസ്സിലാക്കുക, പലപ്പോഴും ഈ മേഖലയിൽ ഈ പാവങ്ങൾ പലപ്പോഴും ചൂഷണങ്ങൾക്ക് വിധേയരാണ്. ശരിയായി സൗജന്യമായി ചികിത്സ കിട്ടാവുന്ന സൗകര്യങ്ങൾ ഇവർക്ക് അറിയില്ല. ഇതറിയാതെ പോയി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ പേഷ്യൻറ്റുമായിട്ട് RCCയിൽ പോയി. അവിടെ പോയപ്പോൾ റേഡിയേഷൻ പറഞ്ഞു 1,25,000 രൂപ വേണം. അപ്പോൾ ഇയാൾ അന്തം വിട്ടു. അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഇത് തൊട്ടടുത്ത് വെൽഫെയർ സെൻ്ററുണ്ട്, അങ്ങോട്ട് ചെല്ലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, റേഷൻ കാർഡ് ഒരു പേടിയും പേടിക്കേണ്ട, ഏത് റേഷൻ കാർഡായാലും, ഏത് റേഷൻ കാർഡാവട്ടെ, 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായം. രോഗം വന്ന ആ കാർഡ് ആക്റ്റീവാണ്, പേര് രക്ഷിതാൽ മതി. നമ്മളിത് അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞില്ലെങ്കിൽ ആൾ മരിക്കുമെന്ന് പറഞ്ഞ കേസ് ഞാൻ പറഞ്ഞു, ഒരു മരണം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ഓപ്പറേഷൻ നടക്കുക, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കും. ഇപ്പോൾ നോക്കൂ, ചാവക്കാട് ആശുപത്രിയിൽ തിരക്ക് നോക്കൂ. ഇപ്പോൾ 3 ഡയാലിസിസ് സെൻ്ററായി അവിടെ. 10 കോടി രൂപയുടെ വലിയൊരു കാഷ്വാലിറ്റി ബ്ലോക്ക് ഉയരുകയാണ് വേഗതയിൽ. അടുത്ത 1-2 മാസം കൂടി നമ്മളത് കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് പൂക്കോട് കമ്മ്യൂണിറ്റി ഹെൽത്ത്. അവിടെ ഇപ്പോൾ അത് പൊളിച്ച് നമ്മൾ 2 കോടി രൂപയുടെ നിർമ്മാണം അവിടെ വരും. അതോടുകൂടി പതുക്കെ ഇനി അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ആശ്രയിക്കുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ഗുരുവായൂരിൽ. നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടെ ഡോക്ടർമാരായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾ അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്നെ ഈ പുന്നയൂർ പഞ്ചായത്തിൽ നിന്ന് ഒരു ഉമ്മ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, MLA ആ ആയുർവേദ ആശുപത്രിയുടെ പണി വേഗം തീർക്കണം, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പം നോക്കൂ, എവിടെയുള്ള ആളുകളൊക്കെ അവിടെ വരുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ 2 കോടിയുടെ ആദ്യം തീരുമാനിച്ച് വീണ്ടും ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിലുള്ള ആയുർവേദ ഹോസ്പിറ്റലായിട്ട് അതവിടെ ഉയരാൻ പോവുക. അപ്പോൾ ഗുരുവായൂരിൽ ഇവിടെ ആയുർവേദ ആശുപത്രി, അവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. ഈ കാവീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രത്യേകത, പുന്നയൂർ പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള ആളുകൾ അങ്ങോട്ടാണ് വരുന്നത്. കിഴക്കൻ പ്രദേശത്ത് മുഴുവൻ ആൾക്കാർ അവിടെ വരുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ചികിത്സാ രംഗത്ത് ഏറ്റവും നല്ല ചികിത്സ ചെലവ് കുറഞ്ഞ് ആളുകൾക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് ആ മേഖലയെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും. മറ്റൊന്നാണ് ഇപ്പോൾ ഗുരുവായൂരിലെ വിദ്യാഭ്യാസ മേഖല.
ഇവിടെയുള്ള ചാവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ, അതുപോലെ GUP സ്കൂൾ, ഇവിടെയൊക്കെ വലിയ ചാവക്കാട് സ്കൂളിലെ കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ GUP സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഖച്ഛായ മാറിയ ഒരു കാലഘട്ടമാണ്. ഈ മേഖലയിലേക്ക് ഈ സർവതലസ്പർശിയായിട്ടുള്ള വികസനം എന്ന് നമ്മൾ പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലത്തെ ഒരു ഇടപെടലിൻ്റെ ഗുരുവായൂർ നഗരസഭ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പാചകപ്പൊടികൾ വേറെയുണ്ട്. ഇതൊക്കെയായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയും. അതായത് ഈ 5 കൊല്ലം മുമ്പ് 20 സർക്കാർ സ്കൂൾ വാടക കെട്ടിടത്തിലായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും സ്വന്തം സ്ഥലമായി. ഒരു സ്കൂളിനാണ് കെട്ടിടമാവാതിരുന്നത്, അത് വടക്കേക്കാട് പഞ്ചായത്തിലായിരുന്നു. ഇപ്പോൾ അവിടേക്ക് ഈ ബജറ്റിൽ 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഇതും കൂടി വെച്ചു. അതുകൊണ്ട് കൂടി ഗുരുവായൂർ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളും സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നുള്ള അഭിമാനകരമായ കാര്യം. ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വലിയ നമ്പർ കുട്ടികളാണ്. ഇപ്പോൾ നമ്മുടെ പുന്നയൂർക്കുളത്ത് ചെറായി UP സ്കൂളുണ്ട്. ആ ചെറായി UP സ്കൂൾ അടച്ചു പൂട്ടാൻ തീരുമാനിച്ചതാണ്. കുട്ടികളുണ്ടായില്ല. ഇപ്പോൾ അവിടെ ഹൗസ് ഫുൾ എന്നുള്ള ബോർഡ് വെച്ചിരിക്കുക. ഹൗസ് ഫുള്ളാണ്, സ്ഥലമില്ല അവിടെ കുട്ടികൾക്ക് നിൽക്കാൻ. ഇപ്പോൾ അവിടെ 1 കോടി രൂപയുടെ കളിസ്ഥലം. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ എല്ലാ സർക്കാർ സ്കൂളുകളോടും ചേർന്ന് 50 സെൻറ്റ് ഭൂമി, അതിൽ 1 കോടി രൂപ ചെലവഴിച്ചുള്ള കളിസ്ഥലം. ഇപ്പോൾ അത് കോട്ടക്കടപ്പുറം സ്കൂളിൽ വരികയാണ്, ചെറായി സ്കൂളിന് വരികയാണ്. പടിപടിയായി നമ്മുടെ എല്ലാ സർക്കാർ സ്കൂളുകൾക്ക് ഇത് വന്നാൽ നമ്മുടെ മക്കൾ ഓടിച്ചാടി കളിക്കണം. അവരുടെ ആ ചെറുപ്പം ഓടിച്ചാടി കളിച്ച് വളരണം. എന്നാലാണ് അവർക്ക് ശാരീരികവും മാനസികവുമായ വികാസം ഉണ്ടാവണമല്ലോ. അത് ഏറ്റവും അനിവാര്യം. അതുകൂടി വരുന്നതോടുകൂടി അക്കാഡമിക്കായി വലിയ നിലവാരം നമ്മൾ ഉയർന്നിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലെ മഹാഭൂരിഭാഗം സ്കൂളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഒന്നുകിൽ പാചകപ്പുര കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശൗചാലയം കൊടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. ഫോഴ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ എക്സൈസ്, ഈ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ. ഗുരുവായൂരിൻ്റെ ടെമ്പിൾ അവിടെ പുതിയൊരു കെട്ടിടം അവിടെ വന്ന് നമുക്ക് എക്സൈസിന് ഇരിഞ്ഞപ്പുറത്ത് സ്ഥലം എടുത്തിരിക്കുന്നു. ഫയർഫോഴ്സിന് പുതിയ കെട്ടിടമായി കഴിഞ്ഞു. ഈ നമ്മുടെ ഈ സേനയുടെ കാര്യത്തിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് ഈ കാര്യത്തിൽ ഒരു സവിശേഷമായൊരു ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ഇവരോട് പ്രത്യേക? അല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫയർഫോഴ്സിൻ്റെ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ട തീപിടുത്തം മാത്രമല്ല. ഇപ്പോൾ എന്നാൽ ഒരു പൂച്ച ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുക. അപ്പോൾ ഒരാൾ എന്നെ വിളിക്കുകയാണ്. ഈ പൂച്ച ഇതിൻ്റെ മുകളിൽ പെട്ടിട്ട് 2 ദിവസമായി, അത് ഭക്ഷണം കഴിക്കണില്ല. അത് ഒന്നുകിൽ അത് അവിടെ നിന്ന് ചത്തുപോകും. അതുകൊണ്ട് MLA ഇടപെടേണ്ട. ഞാൻ ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു പ്രത്യേക ടീം വന്നു. മറ്റൊന്നല്ല, നമ്മൾ സാധാരണ വെള്ളം അടിക്കണവരൊന്നല്ല, ഒരു പ്രത്യേക ടീം ഒരു ചെറിയ വണ്ടിയിൽ വന്നു. ഞാൻ പറഞ്ഞു ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞു. അവരുടനെ തന്നെ ആ പൂച്ചയെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മുടെ സാധാരണ തീപിടുത്തം പോലെ തന്നെ ഈ മൃഗങ്ങളൊക്കെ പെടുന്ന പ്രയാസങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫയർഫോഴ്സിൻ്റെ സംവിധാനം. ഇപ്പോൾ വേനൽക്കാലമാണ്, കാറ്റും വരുവാണ്. ഈ സമയത്ത് പലയിടത്തും തീപിടുത്തം ഉണ്ടാവും. അവിടെയൊക്കെ എത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇവർക്ക് ചോർന്നൊലിക്കുന്ന കെട്ടിടമായിരുന്നു. ഇവർ മനുഷ്യരല്ലേ, താമസിക്കാൻ സൗകര്യമില്ല. ഇവർക്ക് അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് വർക്ക് ചെയ്യാനും കഴിയില്ല. നല്ല സൗകര്യങ്ങളില്ലെങ്കിൽ ഒരാൾക്കും ഇപ്പോൾ നോക്കൂ, നല്ല വീട്ടിൽ ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ നമുക്ക് വീടെന്ന് പറയാൻ പറ്റുമോ? അതുമാതിരി അവർക്ക് അതിനാവശ്യമായ റെസ്റ്റും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകുമ്പോഴാണ് ആ സേന പൂർണ്ണമായും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പോലീസിന് കെട്ടിടം ഉണ്ടാക്കാൻ പോവാണ്. ചാവക്കാട് പോലീസിൻ്റെ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങൾ നീങ്ങുന്നുണ്ട്. എക്സൈസിൻ്റെ പ്രാധാന്യം നമ്മൾ പറയണോ? വലിയ ഏറ്റവും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സേന എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണ സേനയാണ്. അതുകൊണ്ട് അവരൊക്കെ അത്യാവശ്യമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല റോഡുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരുവിധം PWD റോഡുകളൊക്കെ ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ നല്ല മികച്ച നിലവാരമാണ്. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡ്, മാവിൻചോട് റോഡ്, ഇരിങ്ങപ്പുറം തേക്കാട് റോഡ്, നമ്മുടെ ഓങ്ങൽ മല്ലാട് റോഡ്, നമ്മുടെ തമ്പുരാമ്പടി മല്ലാട് റോഡ്, നമ്മുടെ പൊന്നാനി റോഡ്, ഈ റോഡുകളെല്ലാം നല്ല രീതിയിൽ ഈ നമ്മുടെ കൂടുതൽ വടക്കാഞ്ചേരി, ചാവക്കാട് റോഡ്, ഇതൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റാനായിട്ട് കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല റോഡുകൾ ഉറപ്പാക്കിയിരിക്കുന്നു. എന്താണ് ഈ ഗതാഗത രംഗത്ത് നടത്തിയ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് കേവലം ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രം സ്ഥിതിയല്ല, കേരളമാകെ എടുത്തത് കാണും. കിഫ്ബിയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിർമ്മിക്കുന്ന റോഡിന് പ്രത്യേകത ഉണ്ട്. BMBC നിലവാരമാണ്.
ബിറ്റുമിൻ മക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ് എന്ന് പറയും. ഇത് വെറുതെ നിർമ്മിച്ചു പോവുകയല്ല, ഇത് നിർമ്മിക്കുന്ന കരാറുകാരന് 4 കൊല്ലം ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചുമതലയും അയാൾക്കാണ്. അപ്പോൾ ആ കരാറുകാരൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പണിയുമ്പോൾ നന്നായി പണിയും. ഇല്ലെങ്കിൽ കേട് വന്നാൽ അത് അയാളെ ബാധിക്കും. വെറുതെ പണിത് കാശ് മേടിച്ച് പോകാൻ കഴിയില്ല. ഇത് മാത്രമല്ല, അവിടെ എല്ലാം നമ്മൾ ബോർഡുണ്ട്, കാഴ്ചക്കാരനല്ല കാവൽക്കാരനാണ്. അപ്പോൾ അവരിലും മാറ്റം വന്നു. പിന്നെ മാത്രമല്ല, പണ്ട് കരാറുകാരന് നല്ല ധൈര്യമാണ്, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മതി, ഒരു നിശ്ചിത വിഹിതം എഞ്ചിനീയർമാർക്കോ മറ്റൊരുക്കോ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാം. ഇപ്പോൾ അതല്ല, എഞ്ചിനീയർമാർ മികച്ച നല്ല മിടുക്കന്മാരും മിടുക്കികളും ഉദ്യോഗസ്ഥന്മാർ. പിന്നെ അവർക്ക് അങ്ങനെ സത്യസന്ധമായി ജോലി ചെയ്യാം, ഒരു തരത്തിലുള്ള സമ്മർദ്ദമില്ല. അതുകൊണ്ട് നന്നായി പണിയെടുപ്പിക്കുന്നു. 10 കൊല്ലമായി കേരളത്തിലുണ്ട് വലിയ മാറ്റം അത്. അവർ നന്നായി പണിയെടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കരാറുകാരനോ ഇവർക്ക് വിഹിതമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പണിതാൽ നല്ല ബില്ലും കിട്ടും, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അവർ നന്നായി പണിയും. അതൊരു ഗുണപരമായ മാറ്റമുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ റോഡുകൾ ഇപ്പോൾ ഈ പറഞ്ഞ എണ്ണമൊന്നുമല്ലാത്ത റോഡ്, ഇനിയും കുറേ റോഡുണ്ട്. ആ റോഡുകളെല്ലാം മെച്ചപ്പെടും. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത MDR മേജർ ഡിസ്ട്രിക്ട് റോഡുകൾ എന്ന് പറഞ്ഞ് തദ്ദേശ ഭരണ സ്ഥാപനം കയ്യിലുണ്ടായിരുന്ന കുറേ റോഡുണ്ട്. ആ റോഡുകളുടെ നിർമ്മാണമൊക്കെ പഞ്ചായത്ത് എന്ത് ചെയ്യും? ഓരോ 1/2 കിലോമീറ്റർ ഓരോ കൊല്ലം പണിയും. 5 കൊല്ലം ആകുമ്പോഴേക്കും അവൻ വേണമെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ റോഡ് പണി, അവരുടെ കാലാവധി കഴിയും. കാശില്ല. അങ്ങനെയുള്ള നിരവധി റോഡുകൾ ഇപ്പോൾ ചക്കിത്തറ 500 റോഡ്, കൊച്ചന്നൂർ റോഡ്, 500 പിള്ളക്കാട് റോഡ്, അതുപോലെ തന്നെയുള്ള നമ്മുടെ കാവീട് മുതുവട്ടൂർ റോഡ്, ഇങ്ങനെയുള്ള നിരവധി റോഡുകൾ. ഈ റോഡുകളൊക്കെ PWD ഏറ്റെടുത്തു. PWD ഏറ്റെടുത്തപ്പോൾ 2 കോടി 1 കോടി ഒക്കെ വെച്ചിട്ട് ഈ റോഡുകൾ BMBC നിലവാരത്തിൽ പണിയാൻ. ഇത് ഗുണപരമായി വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. അതാണ് റോഡിൻ്റെ കാര്യം. 90% റോഡുകളും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ BMBC നിലവാരത്തിലേക്ക് വന്നു. ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു ഈ ചാവക്കാട് കുന്നംകുളം റോഡിൻ്റെ വികസനം, ഫ്ലൈ ഓവർ അടക്കമുള്ളത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ അതായത് മമ്മിയൂർ ഫ്ലൈ ഓവറിൻ്റെ അതിൻ്റെ ആ സ്റ്റഡി കഴിഞ്ഞു. അവരതിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് കൊടുത്തു. അവരതിൻ്റെ സംവിധാനങ്ങളെല്ലാം ആയി. ഇനി അവരതിൻ്റെ എസ്റ്റിമേറ്റും ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ സമർപ്പിക്കും. സ്വാഭാവികമായിട്ടും അത് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കോടിക്കണക്കിന് റുപ്യ വരുന്നതാണ്. കോടിക്കണക്കിന് റുപ്യ വരുന്ന ആ വലിയ ബിഗ് പ്രോജക്റ്റ് ഒന്നുകിൽ ഭാരത്മാല അതുപോലെയുള്ള വലിയ പദ്ധതികൾ വരും. അതിലുൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അക്വിസിഷൻ ഉൾപ്പെടെ വേണ്ടി വരുന്നതാണ്. എന്തായാലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രാഫിക് ജാമാണ് നമ്മുടെ മമ്മിയൂർ നല്ല കോട്ടപ്പടി മുതൽ അങ്ങ് എടുത്താൽ ചാവക്കാട് പട്ടണം വരെ ചെറിയ റോഡാണ്. അപ്പോൾ ആ റോഡ് വീതി കൂട്ടണം എന്നുള്ളത് പൊതുവായ ആവശ്യമാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ വരുന്നതോടുകൂടി വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ദേശീയപാത 66 ഗുരുവായൂരുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ചിങ്ങനാത്ത് പാലം പുന്നയിൽ. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആ പാലവും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കണക്ടിവിറ്റി ഒന്നും കൂടി കണക്ടിവിറ്റി ധാരാളം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്ക് കൂടുതലായിട്ട് റിലാക്സേഷൻ ഉണ്ടാകും, കൂടുതലായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരു മേഖലയാണ് കാർഷിക മേഖല. ഗുരുവായൂർ ടൗണിൽ കൃഷി കുറവായിരിക്കാം, പക്ഷേ പൂക്കോട് മേഖലയിലൊക്കെ ധാരാളം കാർഷിക സംരംഭങ്ങളുണ്ട്. കുട്ടാടൻ തോടുണ്ട്, അതുപോലെ തന്നെ തെങ്ങ് കൃഷിയുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടല്ലോ. കേരഗ്രാമം മാത്രമല്ല, അതിലേറ്റവും വേണ്ടത്ര നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു കാര്യമാണ് പൊന്നാനി കോൾ. ഇപ്പോൾ തൃശ്ശൂർ കോളുണ്ട്. ഈ പൊന്നാനി കോൾ എന്ന് പറഞ്ഞാൽ കാട്ടകാമ്പാല്, കുന്നംകുളം മണ്ഡലത്തിലെ കാട്ടകാമ്പാല്, ഗുരുവായൂർ മണ്ഡലത്തിലെ പുന്നയൂർക്കുളം, പൂക്കോട്, വടക്കേക്കാട്, ചാവക്കാട് നഗരസഭ. ഇതാണ്. ഇതിൽ കുട്ടാടൻ ഒഴികെയുള്ള ബാക്കിയെല്ലാം കോളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ കുട്ടാടനെയും കോളിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ഈ മേഖലയിൽ ഇപ്പോൾ എത്രയോ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് വന്നു, എത്രയോ ബണ്ടുകൾ പണിതു, എത്രയോ കിടങ്ങുകൾ പണിതു, എത്രയോ നടുത്തോടുകൾ ആഴവും വീതിയും കൂട്ടി. ഇതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് നടന്നത്. നിരവധി പാടശേഖരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പാശ്ചാത്തല സൗകര്യങ്ങളിലുണ്ടായ വലിയ മാറ്റം അവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങളിൽ, കാർഷിക അഭിവൃദ്ധിക്ക്, നെൽ കർഷകർക്കിടയിൽ കക്ഷി രാഷ്ട്രീയത്തിനുപരി അവരോട് ചോദിച്ചു നോക്കണം, വലിയ മുന്നേറ്റം കയ്യിൽ ഉണ്ടാക്കാൻ കഴിയും. അത് ഇനിയും തുടരാൻ നമുക്ക് കഴിയും. കേര വികസന പദ്ധതി പ്രകാരം നമുക്ക് പുന്നയൂർക്കുളം, പുന്നയൂർ,
ഒരുമനയൂർ, കടപ്പുറം, ചാവക്കാട് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ കേര ഗ്രാമം പദ്ധതി സംഘടിപ്പിക്കണം. ഇതിലൂടെ ഈ മേഖലയിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ വളം, പമ്പ് സെറ്റ്, തെങ്ങ് കയറുന്നതിനുള്ള ഉപകരണങ്ങൾ ഒക്കെ ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങൾ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു കോളേജില്ല എന്നുള്ളൊരു കോളേജുണ്ട്. ഇപ്പോൾ കോളേജിൽ കുട്ടികളുമില്ല. ഇപ്പോൾ ട്രെൻഡ് മാറി. നേരത്തെ നമുക്ക് കോളേജില്ല എന്നാണ്. ഇപ്പോൾ ചില കോഴ്സിൽ തീരെ കുട്ടികളില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം LF കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില കോഴ്സിന് കുട്ടികൾ തീരെ ഇല്ലയെന്ന്. ചില കോഴ്സ് അവർ നിർത്തി. ന്യൂ ജനറേഷൻ കോഴ്സുകൾ വേണം. അപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകൾ വേണം. ചിലർക്ക് ഹ്രസ്വകാല കോഴ്സ് മതി, ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കുന്ന അങ്ങനെ. പിന്നെ വലിയ +2 കഴിഞ്ഞ് വലിയ മൈഗ്രേഷനാണ്, ഒരു ട്രെൻഡാണത്. +2 കഴിഞ്ഞ് വലിയ മൈഗ്രേഷൻ. ഇപ്പോൾ കേരളത്തിൽ അതിന് മാറ്റം വരികയാണ്. കേരളത്തിലെ എല്ലാ കോളേജുകളോടും ചേർന്ന് വലിയ രീതിയിൽ തന്നെ പ്ലേസ്മെൻറ്റ് വരികയാണ്. അവർക്ക് അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ തൊഴിൽ പരിശീലനം നൽകി അവിടുന്ന് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. മൈഗ്രേഷൻ അല്ല, പ്ലേസ്മെൻറ്റ് അവർക്ക് കിട്ടുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മളെവിടെയും അത്തരത്തിലുള്ള സാങ്കേതിക സ്ഥാപനങ്ങളുടെ ഒരു തുടക്കമാണ് കുഫോസിൻ്റെ സബ് സെൻറ്റർ നമ്മളിപ്പോൾ പുത്തൻകടപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകും. അതിലൂടെ നമുക്ക് കുറേ സാധ്യതകളുണ്ട്. പിന്നെ ഒരു ITI അത് നമ്മുടെ മണ്ഡലത്തിലില്ല. ITIക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് തന്നെ അത് തുടങ്ങാൻ കഴിയും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണ് സ്കോപ്പ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLAയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. MLAയുടെ ഒരു സജീവമായിട്ടുള്ള ഒരു ഓഫീസ്, ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാനും അവരുടെ സങ്കടങ്ങൾ പറയാനും അവരുടെ പരാതികൾ പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ഒക്കെ സജീവമായിട്ടുള്ളൊരു ഓഫീസ്. സജീവൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങയുടെ PAയുടെ പേരും സജീവൻ എന്നാണ്. എന്തായാലും വളരെ സജീവമായിട്ടുള്ളൊരു ഓഫീസാണ് ഗുരുവായൂർ MLAയുടെ ചാവക്കാടിലെ ഓഫീസ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓഫീസിനെ പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് സാധിച്ചത്? നമ്മുടെ ഓഫീസിൻ്റെ സെക്രട്ടറി ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി ജീവനക്കാരനാണ്, പ്ലാൻ കോർഡിനേറ്ററാണ്. അപ്പോൾ അയാളെ ഞാൻ അന്നേ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ അവധി ദിവസങ്ങളും മറ്റും ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നത്. അതൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ എടുക്കുന്നത്. ഓഫീസ് എപ്പോഴും വേണം നമുക്ക്. നമ്മുടെ MLA ഓഫീസ് വളരെ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എനിക്ക് വളരെ തൃപ്തി നൽകുന്നത് ഞങ്ങൾ എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്ത് പോകണം, മീറ്റിങ്ങുകളുണ്ടാവും, ഒരു കെട്ട് ഫയലുകളുണ്ടാവും. അതിലൊരു 50% CNDRF, മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായം. അത് ഏതാണ്ട് 3 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായമായിട്ട് നമ്മുടെ മണ്ഡലത്തിലെ ആളുകൾ കിട്ടിയിട്ടുണ്ട്. നിരവധി ആളുകളുണ്ട്. അതിൽ പുഴയിൽ മുങ്ങി മരിച്ചവർക്ക് 1 ലക്ഷം, 2 ലക്ഷം, ആക്സിഡൻറ്റ് മരണം ഉണ്ടായവർക്ക് 1 ലക്ഷം രൂപ. പിന്നെ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 3 ലക്ഷം രൂപ. പിന്നെ 50,000, 60,000, 15,000, 25,000 ഇങ്ങനെ എത്രയോ ആളുകൾക്കാണ് ഈ തുക കിട്ടിയിരുന്നത്. അതേ പറയാം, 3 കോടിയിലധികം രൂപ ഈ 5 കൊല്ലത്തിനിടയിൽ MLA ഓഫീസ് വഴിയുണ്ട്. MLA ഓഫീസ് വഴി അല്ലാതെ അക്ഷയ വഴി വേറെയും കൊടുത്തു, ഇതിനേക്കാൾ ഇരട്ടി വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സംവിധാനം നന്നായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപേക്ഷകളും അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും നമ്മളെ കാണാൻ രാവിലെ ഒന്നുകിൽ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഓഫീസ് ഞാനില്ലെങ്കിൽ തന്നെ ഓഫീസ് സംവിധാനത്തിൽ അങ്ങനെ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസ് നന്നായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 5 വർഷം കൊണ്ട് നടത്താൻ കഴിയാതെ പോയി, നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാൻ കഴിയാതെ പോയ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ആയിട്ടില്ല. അത് ഇപ്പോൾ ടൂറിസത്തിൻ്റെ ചില പദ്ധതികൾ നമുക്കിനി ആലോചിക്കണം. വ്യവസായിക രംഗത്ത് നമ്മൾ കുറേയും കൂടി നമുക്കിനി ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ കുഫോസ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ വന്നിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ചിലതൊക്കെ അതിൻ്റെ ഒരു പ്രാരംഭ ദശയിലാണ്. ആ പ്രവർത്തനങ്ങൾ നമുക്കിനി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വികസനങ്ങളുടെ ഒരുപാട് തുടർച്ചകൾ ഉണ്ടാക്കാനും കുറേ പുതിയ വികസന പാതകൾ തുറക്കാനും കുറേ പുതിയ വളരെ നൂതനമായ രീതിയിലുള്ള ചില ആശയങ്ങൾ ആവിഷ്കരിക്കാനൊക്കെ അങ്ങേക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനിയും അങ്ങയുടെ സേവനം ഈ സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൽ ഉയർന്ന പദവികളിലേക്ക് അങ്ങ് എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ആശംസിക്കുന്നു. അങ്ങേക്ക് എല്ലാവരും ആശംസിക്കുകയായിരുന്നു.